നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പേടി കാരണം വാഹനം എടുക്കാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒറ്റയ്ക്ക് എങ്ങനെ ഒരു വാഹനം നമുക്ക് എടുത്ത് ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഞാനത് നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വാഹനം ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഓടിച്ച് നിങ്ങൾക്ക് ആത്മധൈര്യം നേടാവുന്നതാണ്. പലരും പേടിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം ഓടിച്ച് തന്നെ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഓടിച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല, പേടി അങ്ങോട്ട് മാറുന്നില്ല, ഞാൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡന്റ് ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്. നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, നീ ലൈസൻസ് കിട്ടിയിട്ട് 1-2 പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ നിന്നോട് ഒട്ടും പറ്റില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, നിന്നോട് ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര വയസ്സായി, അതുപോലെ നിങ്ങളുടെ വാഹനം ഏതാണ്, നിങ്ങൾ എത്ര നാളായി ലൈസൻസ് എടുത്ത് ചോദിക്കില്ല. ഇതൊന്നും നമുക്ക് ഇതിനൊരു കാരണമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, ലൈസൻസ് ഒക്കെ കിട്ടി, ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടും 1-2 പേരുടെ പ്രാക്ടീസിനൊക്കെ പോയി, പക്ഷെങ്കിൽ പൂർണ്ണമായ ഒരു ആത്മധൈര്യം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തനിയെ എങ്ങനെ ഒരു വാഹനം തനിയെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു വാഹനം ഓടിക്കാം എന്നാണ് ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഇത് ഓടിച്ച് കാണിക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും തനിയെ എന്ത് ചെയ്യാം, വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആത്മധൈര്യത്തോടു കൂടി ഒറ്റയ്ക്ക് തന്നെ ഏത് റോഡിലും വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മളൊരു വാഹനം എന്ത് ചെയ്യണം, ഓടിക്കുന്നതിന് മുമ്പ് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമാക്കണം. ഞാൻ അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കയറിയിട്ട് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വാഹനത്തിൽ എന്തെല്ലാം ചെയ്തിട്ട് ഒരു വാഹനം എടുക്കാമെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 സൈഡിലെ മിററുകൾ, അതായത് ഈ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, സെന്റർ മിറർ, ഇത് നമുക്ക് കൂടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമുക്കത് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണത്തക്ക പോലെ വേണമെങ്കിൽ നമ്മൾ ഈ 3 മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ സീറ്റ് വേറെ ഒരു ഭാഗത്ത്, മിറർ വേറെ ഒരു ഭാഗത്ത്, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മിററിലേക്ക് നോക്കേണ്ട എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമ്മൾ കൂടുതലും ബാക്കിലെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ ആ മിറർ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പേടി പ്രത്യേകിച്ച് തോന്നും. നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് നമ്മുടെ സൈഡിലെ ആ 3 മിററുകൾ കൃത്യമായി കഴിഞ്ഞാൽ ഒരു നോട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിലുള്ള സംഭവങ്ങളെ മുഴുവനും കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആ സീറ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ മിറർ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലും ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും ഒരു വാഹനം കിടക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിലെ മിററിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ മുൻപോട്ടാണ് ഒരു വാഹനം എടുക്കണം. അപ്പൊ ഈ ഒരു മിറർ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്കല്ല വാഹനം എടുക്കുന്നത്, എങ്ങോട്ടാ, നമ്മുടെ റൈറ്റിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം, ഒരു വാഹനത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം നമ്മൾ മിററിൽ നോക്കുക. മിററിൽ നോക്കി വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, വാഹനം എടുക്കാവൂ. അതിനായിട്ട് ഞാനിപ്പം ഓടിച്ച് തന്നെ കാണിച്ചു തരാം. നമ്മൾ വാഹനത്തിൽ കയറി വാഹനമൊക്കെ ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വാഹനം എടുക്കാൻ വേണ്ടി പോകുന്നു. ബ്രേക്കിലേക്ക് കാലിരിക്കുന്നുണ്ട്, ആ ബ്രേക്കിലേക്ക് കാല് കൊണ്ടുവന്നു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ മിററിൽ നോക്കുന്നു. കാരണം റൈറ്റ് സൈഡിൽ കൂടെ ആണ് വാഹനങ്ങൾ വരുന്നത്. നമ്മൾ വാഹനം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്നും പതിയെ കാല് മാറ്റി ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുന്നു. കണ്ടില്ലേ, ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുത്തു. വാഹനം ഇപ്പൊ നമുക്ക് മുന്നോട്ട് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ്. നമുക്കപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ വാഹനം പതിയെ ഓടിച്ച് നിങ്ങൾ പഠിക്കുക. കാരണം ഒരു കാരണവശാലും നമ്മൾ 5 ഗിയർ ഇട്ടു അല്ലെങ്കിൽ നമ്മൾ തിരക്കിനകത്തൂടെ ഒക്കെ പോയി ഒരു വണ്ടി ഓടിച്ച് നമ്മൾ ഡ്രൈവിംഗ് ആകുന്നില്ല. തുടക്കക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതുപോലുള്ള
തിരക്കുകൾ കുറഞ്ഞ വാഹനങ്ങളൊന്നും ഇല്ലാത്ത റോഡിലൂടെ വേണം എന്ത് ചെയ്യാൻ. നമ്മൾ ആദ്യം തനിയെ എടുത്തൊന്ന് വണ്ടി പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ഇതിനകത്തില് നമ്മൾ കൈയും കാലും കൊണ്ട് വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് നമ്മുടെ കൈയും കാലിനും നല്ലൊരു വഴക്കം കിട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്ര തിരക്കുള്ള റോഡിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു തിരക്കിലേക്ക് ആദ്യം ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യരുത്, എനിക്ക് ആ റോഡ് കാണുമ്പോൾ അല്ല അവിടെ നിന്ന് വണ്ടികൾ ഒരുപാടുണ്ടല്ലോ, പലരും വണ്ടി എടുക്കാതിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരക്കാണെന്നും പറഞ്ഞുള്ള ആ റോഡിലേക്ക് നിങ്ങൾ ശ്രമിക്കാതെ തിരക്കില്ലാത്ത റോഡ് ഏതാണ്, തിരക്കില്ലാത്ത റോഡിലേക്ക് ആ എടുക്കുന്ന ചെയ്യാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗിൽ ഒരു കാരണവശാലും നമ്മൾ ബലം കൊടുക്കരുത്. നമ്മളിങ്ങനെ ഈ ഒരു കൈ കൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഇതൊക്കെ ബലം കൊടുത്തോണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ചെയ്ത് ഈ ബലം കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് തിരിക്കാൻ കഴിയില്ല. നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയില്ലേ? സത്യത്തിൽ നമുക്ക് ഈ ഒരു വിരലിന്റെ ഇതേ ഉള്ളൂ, നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈ മൊത്തത്തിൽ പിടിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും കൈ പിടിക്കുന്നതല്ല, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ബലത്തിന് പിടിക്കരുത്. നമുക്ക് തിരിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിംഗില് ബലത്തിന് കൊടുക്കരുത്. ഞാനിപ്പോ അതിന്റെ ഇടയിൽ ഞാൻ സെക്കൻഡ് ഗിയറും കൊടുത്തു. കാരണം സെക്കൻഡ് ഗിയർ ഞാൻ കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ എന്റെ ഭാഗത്ത് തന്നെയാണ് വണ്ടി ഞാൻ ഉറപ്പ് വരുത്തി. നമ്മളപ്പം ഈ ആക്സിലേറ്റർ ഇത്രയും പറഞ്ഞിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കണ്ട. വളവുകളൊന്നും കൂടുതൽ ഇല്ലാത്ത റോഡുകളിൽ വേണം എന്ത് ചെയ്യാൻ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ടു എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ട് സൈഡിലേക്ക് ചേർത്തൊന്ന് എന്ത് ചെയ്യാം, വാഹനം നിർത്തുക. അപ്പൊ നിർത്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണ് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ക്ലച്ച് ചവിട്ടി നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നു, പതിയെ ബ്രേക്ക് ചവിട്ടി നിർത്തി. ഈ നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ കൈ എന്ത് ചെയ്യാവൂ, ഈ ഗിയറിലേക്കോ ഒക്കെ വരാവൂ. പലരും എന്ത് ചെയ്യും, വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഓടിച്ച് വണ്ടി നിർത്തണമെന്ന് കാണുമ്പോഴത്തേക്കും ഗിയറിലേക്കൊക്കെ കൈ വരും, സ്റ്റിയറിംഗിലൊക്കെ മുറുകെ പിടിക്കും. അപ്പൊ നമുക്ക് വണ്ടി നിർത്തേണ്ടത് ക്ലച്ചിലും ബ്രേക്കിലുമാണ്. അപ്പൊ ക്ലച്ചിലും ബ്രേക്കിലും മാത്രം നിർത്തിയാലേ വണ്ടി നിൽക്കുകയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് എന്ത് ചെയ്യണം, തുടക്കക്കാർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ വണ്ടി നിർത്തിയത് ഞാൻ സ്റ്റിയറിംഗിലല്ല, ഗിയറിലല്ല, ക്ലച്ചിലും ബ്രേക്കിലുമാണ്. നിർത്തിയതിനു ശേഷം ഇനി നമുക്ക് ഈ ഒരു ഗിയറിൽ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ്, ചെറിയൊരു കയറ്റം പോലുള്ള റോഡാണ്, സ്ലോപ്പ് പോലെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു എത്ര സ്ലോപ്പ് ആണെങ്കിലും നിരപ്പാണെങ്കിലും ഇറക്കമാണെങ്കിലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ വേണം എടുക്കാൻ. ഇപ്പൊ നമ്മൾ വണ്ടി നിർത്തി വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഗിയറുകൾ അപ്പൊ നമ്മളൊരു വണ്ടി എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വീട്ടിലെടുത്ത സമയത്ത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ നിങ്ങൾ എല്ലാ ഗിയർ വിട്ട് നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്നൊന്നുമില്ല, ഫസ്റ്റ് സെക്കൻഡ് കറക്റ്റ് ആയിട്ട് വീഴാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗിയറിലൊക്കെ നോക്കിയല്ല, നേരെ നോക്കിക്കൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് അത് മതി. അപ്പൊ നമ്മൾ അങ്ങനെ ഓടിച്ച് ഒരു 4 ദിവസം നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് മാത്രം ഓടിച്ചു വരുന്നപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നേരെ നോക്കിക്കൊണ്ട് തേട് വിടാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ ഓടിക്കാവൂ. അല്ലാതെ നമ്മളെ ഇപ്പൊ എടുത്തു ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ടു 5 ഗിയർ ഇട്ടു എന്ന് നമ്മൾ ഡ്രൈവർ ആകുന്നില്ല. ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ട് മതി. അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമുക്ക് കൈ ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും 4 ഇടും 5 എല്ലാം ഗിയർ ഇട്ടോടും. അപ്പൊ ഞാൻ വീണ്ടും എടുക്കാൻ പോവാണ്. ഞാൻ വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പൊ നമ്മൾ നിർത്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് കാലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ടൊക്കെ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വീണ്ടും നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെ എടുത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ എടുത്ത് ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ കിടക്കും നമ്മൾ തുടക്കക്കാരാകുമ്പോൾ. അപ്പൊ നമ്മളൊന്ന് നിർത്തുക, ഒരു 5 മിനിറ്റ് അല്ല ഒരു 4 മിനിറ്റ് വന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ സൈഡിൽ ചേർത്ത് എന്ത് ചെയ്യാം, ഒന്ന് വണ്ടി സൈഡിലോട്ട് ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് കാലും ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞേച്ച് വീണ്ടും എന്ത് ചെയ്യാം, ആ ബ്രേക്കിലേക്ക് കാലൊക്കെ വെച്ച് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഒക്കെ കൊടുത്ത് ഇതുണ്ടല്ലേ ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി നമ്മുടെ സൈഡ് നോക്കണം. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കാണ്ട് നമ്മുടെ സൈഡ് നോക്കണം വണ്ടികൾ വെള്ളം വരുന്നുണ്ടോ എന്ന് നമുക്കത് ഉറപ്പ് വരുത്തണം. അപ്പൊ നമ്മളെല്ലാം പേടിച്ച് നമ്മൾ ഓരോ പോയിന്റുകൾ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ക്രമമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേടികളെല്ലാം മാറും. അപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ പേരെഴുതുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ പേരിന്റെ സ്പെല്ലിങ്ങുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയാലേ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര സ്പീഡിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ആ സ്പെല്ലിങ്ങുകൾ തെറ്റുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് ആ സ്പെല്ലിങ് കൃത്യമായിട്ടല്ല വരാത്തതുകൊണ്ടാണ് നമുക്ക് പേടികളെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യേണ്ട പോയിന്റുകൾ ഓരോന്നോരോന്ന് ക്രമമായിട്ട് ചെയ്ത് പിന്നെ വണ്ടിയും നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്താ, ഇപ്പൊ ചെറിയൊരു സ്ലോപ്പ് ആയിട്ട് ഞാൻ പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഒരു കാഫ് ക്ലച്ചിന്റെ ആ ഒരു മോണിൽ വരുന്നു, ഒരു വൈബ്രേഷൻ വരുന്നു, ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു, എന്ത് ചെയ്തു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ വാഹനം കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വണ്ടി മുന്നോട്ട് റൺ ചെയ്യും. അപ്പൊ നമ്മൾ വണ്ടി നമ്മൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് ആയില്ല എങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു വൈബ്രേഷൻ വരില്ല. ആ വൈബ്രേഷൻ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാവൂ. ആ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ഉറപ്പ് വരുത്തണം. എന്നിട്ട് ആക്സിലേറ്ററിന്റെ അവിടെ കാല് ചെന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ആ ക്ലച്ചിലിരിക്കുന്ന കാല് പിന്നെ ഒരു പോയിന്റ് എങ്കിലും മുന്നോട്ട് മേളിലോട്ട്
മാറാവും. അല്ലാതെ നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറി എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു വണ്ടി കയറ്റത്താണല്ലോ ബാക്കിലേക്ക് പോകുന്നതെന്ന് പെട്ടെന്ന് പേടിച്ച് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കണ്ട. അപ്പൊ നമ്മളെ ക്ലച്ചിൽ ഹാഫ് ക്ലച്ച് കൊണ്ടുനിന്നു, ആ വൈബ്രേഷൻ വന്നു, ആക്സിലേറ്ററിൽ ആ വൈബ്രേഷൻ മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ മേലോട്ട് കാലെടുത്താൽ വാഹനം ബാക്കിലേക്ക് പോകുന്നത് കറക്റ്റായിട്ട് മുൻപോട്ട് എടുക്കാം. എന്നാൽ നമ്മൾ നല്ല ഫ്രീ ആയി കേട്ടോ, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അടുത്ത ഗിയർ ഇടാം. ഉറപ്പ് വരുത്തുക. നമ്മളല്ലാതെ നമ്മൾ ഇനി ഈ ഒരുപാട് വളവുകളും കാര്യങ്ങളും ഉള്ളിടത്തൊന്നും എന്ത് ചെയ്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ആദ്യമേ നമുക്ക് ഉറപ്പ് വരുത്തി. ഞാനിപ്പോൾ നിങ്ങൾ ബിഗിനർ ഓടിക്കുന്ന രീതി തന്നെയാണ് ഓടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, എനിക്കിപ്പോൾ സെക്കൻഡ് ഗിയർ ഇടണം, എനിക്ക് ഇടാൻ സാധിക്കും, കാരണം സ്ട്രെയിറ്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു, ആക്സിലേറ്ററിൽ സ്വല്പം ഒന്ന് കൊടുത്തതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടു. നമ്മളവിടെ വെപ്രാളം തിരി ഒന്നും വെക്കരുത്. നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്ന നമ്മൾ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നു. അപ്പൊ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്തത്, നിങ്ങൾ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തത് നമ്മുടെ സൈഡിൽ തന്നെയാണ് ഉറപ്പ് വരുത്തുക. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് നോക്കി അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക. കാരണം നമ്മൾ ഈ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടി നമ്മുടെ ആ ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് ചിലപ്പോൾ റൈറ്റിലൊക്കെ തിരിയാം. ആ സമയത്ത് ഒരു വണ്ടി വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പേടിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഉറപ്പ് വരുത്തി വണ്ടി നമ്മുടെ സൈഡിൽ തന്നെയാണ്, വണ്ടി ബാക്കിലേക്ക് നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇടുക. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, കണ്ടില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്, ആ ഒരു ബാലൻസ് ആകാതെ ഇതുപോലുള്ള സിഗ്നലുകളിലോ തിരക്കുകളിലോ വാഹനമുള്ള കൂടുതലുള്ളിടത്തൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. കാരണം ഇങ്ങനെയുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കൈയും കാലും കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ആ ഒരു വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ തട്ടാൻ വരുന്നു, അല്ലെ നമ്മളെ ഇടിക്കാൻ വരുന്നു, നമ്മുടെ നേരെ വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ നമുക്ക് കൈയും കാലും ഒക്കെ നമ്മൾ ഉറച്ചു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടികളുണ്ടാകും. അപ്പൊ ഒരു കാരണവശാലും ഇതുപോലെ തിരക്കുകളോ കാര്യങ്ങളോ ഉള്ളിടത്ത് എന്ത് ചെയ്യരുത്, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യരുത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ കുറച്ചിങ്ങോട്ട് പോകുന്നു, വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ സൈഡിലോട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിർത്താൻ വേണ്ടിയിട്ട്. വണ്ടികളൊന്നുമില്ല, നമുക്ക് നിർത്താൻ സാധിക്കും, സ്പേസ് ഉണ്ട്. ഒരു വണ്ടി വന്നാലും പോകില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരിക. സൈഡിലേക്ക് കൊണ്ടുവന്ന് ക്ലച്ച് നമ്മൾ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോഴേ ബ്രേക്ക് ഒന്നും വെക്കണ്ട. വണ്ടി നേരെയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ബ്രേക്കിലേക്ക് കാല് വെക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു, കാല് രണ്ടും മാറ്റണം. അതായത് കാല് രണ്ടും മാറ്റുന്ന ആദ്യം മാറ്റുന്ന കാല് ഏതാ, ക്ലച്ചിൽ നിന്ന് വേണം ആദ്യം കാല് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം ഹാൻഡ് ബ്രേക്ക് നമ്മൾ കറക്റ്റ് അല്ല. കാരണം തുടക്കക്കാർക്കൊക്കെ കറക്റ്റായിട്ട് മേളിലേക്ക് എന്ത് ചെയ്തില്ല, കറക്റ്റായിട്ട് വരില്ല, പതിയെ കുറച്ച് മാത്രമേ എന്ത് ചെയ്തുള്ളൂ വരുള്ളൂ. അപ്പം ചിലപ്പോൾ നമ്മൾ ഇറക്കത്തായിരിക്കാം, 4 വീല് ഉരുണ്ട് കിടക്കമായത് കൊണ്ട് വണ്ടി ചിലപ്പം അത് ഇറക്കമാണോ എന്ന് കൃത്യമായിട്ട് നമുക്കൊരു കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്നല്ല ആദ്യം കാല് മാറ്റേണ്ട, ക്ലച്ചിൽ നിന്ന് മാറ്റിയിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കണം വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ കാലൊക്കെ ഒന്ന് മാറ്റി, കാരണം നമ്മുടെ കാല് ഇതിലൊക്കെ കൂടുതൽ നേരമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പേടികൾ ഉണ്ടാകും. ഒന്ന് റിലാക്സ് ആകണം. ഇങ്ങനെ റിലാക്സ് ഒക്കെ ആയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം, നമ്മൾ ആദ്യമേ നമ്മുടെ കാല് വീണ്ടും വേണ്ടത് ബ്രേക്കിലേക്കാണ്. ബ്രേക്കിലേക്ക് കാല് വെച്ചു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് നമ്മൾ നോക്കണം നമ്മുടെ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. വണ്ടികളൊന്നും ഇല്ലാത്തതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന്. അപ്പൊ നമ്മൾ എപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കണം. നിങ്ങൾ മുഴുവനടുത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കരുത്. ആ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ പതിയെ എടുക്കുന്ന സമയത്ത്, കാരണം നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു കയറ്റമാണോ ഇറക്കമാണോ നിരപ്പാണോ എന്ന് കൃത്യമായിട്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയത്തില്ല. അപ്പൊ നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു കയറ്റത്താണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. ഞാൻ മുമ്പ് എടുത്ത പോലെ. അതല്ല, നമ്മളെ ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോഴും അയച്ചിട്ട് ഇങ്ങനെ മേലോട്ട് വരുന്തോറും വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യാം, നമുക്ക് ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കാം. കണ്ടില്ലേ? അപ്പൊ നമ്മൾ മേളി വരെ ക്ലച്ചിന്റെ എടുക്കുകയാണ്. നമ്മൾ ധൃതിയും വെപ്രാളം ഒന്നും വെക്കരുത്. ആ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ടി ഇല്ലാന്ന് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വെപ്രാളം പിടിച്ച് അങ്ങ് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, എടുക്കരുത്. നമ്മളെ വണ്ടിയിലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ മേളി വരെയും ക്ലച്ചിന്റെ എടുക്കുകയാണ്. അപ്പൊ മേളി വരെയും ക്ലച്ചിന്റെ എടുക്കുമ്പോൾ നമ്മളൊരു കാരണവശാലും നമ്മളെ ഓടിക്കുവല്ല, ആ പകുതി വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്നായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. കാരണം നമ്മൾ നിരപ്പ് തന്നെ അല്ലായിരിക്കും. അപ്പൊ നമ്മൾ മുമ്പ് എടുത്തപ്പോൾ നിരപ്പാണെങ്കിൽ പിന്നെ എടുത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ നിരപ്പാകണമെന്നില്ല. ചിലപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളെ ചിലപ്പോൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സ്ലോപ്പ് കയറ്റം പോലൊക്കെ ആണെങ്കിൽ വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പിന്നെ എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിന് വെളി കിടക്കുന്ന വാഹനമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ അതിന്റെ ഇപ്പുറത്തൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ വാഹനത്തെ നോക്കാൻ അതിന്റെ ഇപ്പുറത്തൂടെ വണ്ടിയെ കൊണ്ടുപോകാം. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ നമ്മൾ നോക്കാം നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണോ വണ്ടി കൃത്യമായി ആണ് എന്ന് ബോധ്യമായതിനു ശേഷം എന്ത് ചെയ്യാം, ആക്സിലേറ്റർ സ്വല്പം കൂടെ കൊടുത്ത് ആക്സിലേറ്റർ കാല് മാറ്റിയിട്ട് ക്ലച്ച് ചവിട്ടുക. ചവിട്ടുന്ന സ്റ്റിയറിംഗിൽ ബലം കൊടുക്കരുത്. ക്ലച്ച് ചവിട്ടുന്നു, നേരെ അവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. കണ്ടില്ലേ? സെക്കൻഡ് ഗിയർ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വലിച്ച് ക്ലച്ചിൽ നിന്ന് കാലെടുക്കൊന്നും വേണ്ട.
നമ്മുടെ സൈഡിൽ തന്നെയാണ് വണ്ടി, കണ്ടില്ലേ? നമ്മുടെ ക്ലച്ചിലെ കാല് നമ്മൾ താത്ത് വെച്ചിരിക്കുന്ന വണ്ടി കയ്യിൽ നിന്നും പോവുകയില്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് അത്ര എന്ത് ചെയ്തുള്ളൂ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയറും കൊടുത്ത് നമുക്കത് ബാലൻസ് ആയി ഒരു 3-4 ദിവസം ഇങ്ങനെ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തന്നെ തോന്നും, ആ കോൺഫിഡന്റ് കിട്ടി കഴിയുമ്പോഴേ എന്ത് ചെയ്യും, നമ്മൾ 3ാമത്തെ ഗിയർ ഇടാം. അല്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ 3rd ഡേ 4th ഡേ 5th ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് കൈവഴക്കമില്ലാത്തതുകൊണ്ട് എന്തില്ല, നമുക്ക് പേടികൾ കൂടത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യാനേ ശ്രമിക്കാതെ നമുക്ക് കൈ ബാലൻസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെ ഗിയറുകളൊക്കെ ഇട്ടോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് സ്വല്പം വാഹനം ഓടിക്കാൻ അറിയാമോ, നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലുള്ള തിരക്കുകൾ കുറഞ്ഞ റോഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വലിയ വളവുകൾ ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്താൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നമുക്ക് ആ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്ത് ആ കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യാം, ധൈര്യത്തോടു കൂടി ഏത് റോഡിൽ നമുക്കൊരു വാഹനം ഓടിക്കാനാണ്. അതായത് നമ്മൾ തിരക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇതിനോടാണല്ലോ വണ്ടി ഓടിക്കേണ്ടത്, ഇന്നടത്തോട് ആ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ചാലല്ല കൈ തെളിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കാനും നിങ്ങൾക്ക് പേടികൾ ഉണ്ടാകുന്ന വണ്ടി ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യാം, വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ധൈര്യത്തോട് കൂടി എന്ത് ചെയ്യാം, ഏത് റോഡിലും ഒരു വാഹനം ഓടിക്കാന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇവിടുത്തെ, കാരണം ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ ഇന്ന വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.